ഒരു ഹൈ റേഞ്ച് ഏരിയ, അവിടെ ഒരുപാട് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്സ്, ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു പള്ളി, അങ്ങോട്ടൊരു പുതിയൊരു അച്ഛൻ ചാർജ് എടുക്കാൻ വരുന്നു. ഇങ്ങനെ കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ചിലപ്പോൾ റോമൻസും അങ്ങനെയുള്ള 2-3 സിനിമകളൊക്കെ ആയിരിക്കും ഓർമ്മ വന്നിട്ടുള്ളത്. കാരണം ഈ ഒരു പ്ലോട്ട് മലയാളത്തിൽ കുറച്ച് നാളായിട്ട് ഏറ്റവും കൂടുതൽ കടന്നു വരുന്ന ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ അങ്ങനെ ഒരു സബ്ജക്റ്റായിട്ട് ഇപ്പം ജനുവരി 11-ാം തീയതി തിയേറ്ററോടെ റിലീസായ ചിത്രമാണ് എന്ന് സ്വന്തം പുണ്യാളൻ. ഇതേ പശ്ചാത്തലത്തിൽ ഒരുപാട് കഥകൾ മലയാളത്തിൽ വന്നിട്ടുള്ളതുകൊണ്ട് തന്നെ എന്തായിരിക്കും ഇതിന്റെ ഒരു പ്രത്യേകത എന്നറിയാൻ വേണ്ടി തന്നെയാണ് ഞാൻ തിയേറ്ററിലേക്ക് പോയത്. പാലക്കാട് ആരോമ തിയേറ്ററിൽ നിന്നാണ് ഞാൻ ചിത്രം കണ്ടത്. ചിത്രം കണ്ടതിന് ശേഷമുള്ള എൻ്റെ ഒരു ഒപ്പീനിയനാണിത്. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് ഇതിന്റെ വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ടു ഷിനിമോഷായ്. മഹേഷ് മധുവിന്റെ സംവിധാനത്തിൽ സാം ജി എം ആന്റണിയുടെ രചനയിൽ സാം സി എസിന്റെ മ്യൂസിക്കിൽ അർജുൻ അശോകൻ, ബാലു വർഗീസ്, അനശ്വര രാജൻ, രഞ്ജി പണിക്കർ, അൽത്താഫ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി വന്ന് ജനുവരി 11-ാം തീയതി മലയാളത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ സിനിമയാണ് എന്ന് സ്വന്തം പുണ്യാളൻ. അപ്പൊ സിനിമ തുടങ്ങുന്നത് തന്നെ ഒരു ഹിസ്റ്ററി സംഭവമൊക്കെ കാണിച്ച ഒരു ആനിമേഷൻ സാധനവും അതുപോലെ തന്നെ അതിനകത്ത് ജിസ്ജോയുടെ ഒരു വോയിസ് ഓവറോട് കൂടിയാണ് ആ സിനിമയുടെ ഒരു സ്റ്റാർട്ടിങ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഭയങ്കര ഒരു ആ ഒരു VFX അല്ലെങ്കിൽ ആനിമേഷൻ സാധനമാണെന്നുണ്ടെങ്കിലും ഭയങ്കര സൂപ്പറായിട്ട് അത് ചെയ്തേക്കുന്ന പോലെ ഒരു ഫീല് നൽകി. അതിനുശേഷം നമ്മുടെ ബേസിൽ ജോസഫിന്റെ ഒരു വോയിസ് ഓവറോട് കൂടി ബാലു വർഗീസിന്റെ ഒരു ചെറുപ്പകാലഘട്ടവും കാര്യങ്ങളൊക്കെ പറയുന്ന രീതിയിൽ ഒരു ഫണ്ണി ആയിട്ടൊക്കെ ആണ് സിനിമ മുമ്പോട്ട് പോകുന്നത്. സംഭവം ട്രെയിലറിൽ കണ്ട അതേപോലെ ഒരു സബ്ജക്റ്റ് ഒക്കെ തന്നെയാണ്. ബാലു വർഗീസ് ഒരു പള്ളിയിൽ നിന്ന് മറ്റൊരു പള്ളിയിലേക്ക് ചാർജ് എടുക്കുന്നു. തുടർന്ന് ഒരു നിർണായക ഘട്ടത്തിൽ ബാലു വർഗീസിന്റെ മുറിയിൽ ഒരു പെൺകുട്ടി വരുന്നതും അവിടെ മറ്റൊരു വ്യക്തി, അതാരാണെന്ന് ഞാൻ പറയുന്നില്ല, മറ്റൊരു വ്യക്തി, അതാണ് അർജുൻ അശോകൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം കൂടി വന്നു ചേരുമ്പോൾ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റുകൾ എന്താണ്, തുടർന്ന് ആ പള്ളിയിൽ എന്തൊക്കെയാണ് സംഭവിക്കുക, അല്ലെങ്കിൽ ഈ ബാലു വർഗീസിന്റെ ആ ക്യാരക്ടറിന് എന്തൊക്കെയായിരുന്നു, ഒരു പള്ളിയിലച്ഛനാണല്ലോ, അപ്പൊ വൈദികന്റെ എന്തൊക്കെ സംഭവിക്കും, അത് എത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൊണ്ടുപോയി എന്നുള്ളതിലാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു കാര്യം. കാരണം ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം കഥ ഊഹിക്കാൻ പറ്റും. ഇത് 2 മണിക്കൂർ അല്ലെങ്കിൽ 2.5 മണിക്കൂർ നമ്മൾ ഇരുത്താൻ പറ്റുമോ, പിടിച്ചിരുത്തുമോ എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയൊരു ക്വസ്റ്റ്യൻ. സിനിമ എങ്ങനെ ഉണ്ട് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വലിയ മടുപ്പൊന്നും തോന്നാതെ ഒരു നോർമൽ സിനിമ കാണുന്ന പോലെ ആവറേജ് എന്നോ അല്ലെങ്കിൽ എബോ ആവറേജ് എന്നോ ബിലോ ആവറേജ് എന്നോ അങ്ങനെയൊന്നും തിരിക്കാതെ ഒരു സിമ്പിൾ പടം. അതിൻ്റെ അകത്ത് കുറച്ച് ഹിസ്റ്റോറിക്കൽ സാധനവും ഒരു മിത്തും സാധനങ്ങളൊക്കെ കയറ്റി കുറച്ചൊക്കെ ചില ഇടങ്ങളിലൊക്കെ ചിരിക്കാനുള്ള ഒരു വകയൊക്കെ നൽകി ഒരു റിലാക്സ് ആയിട്ട് ചുമ്മാ ഒരു ഫിലിം കണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരുക്കി വെച്ചൊരു സിനിമയായിട്ട് എനിക്കിത് ഫീൽ ചെയ്തു. ഓപ്പൺലി സ്പീക്കിംഗ് അതുമാത്രമുള്ളൊരു സംഭവമൊന്നുമില്ല. ഇപ്പം നമ്മൾ റോമൻസ് എന്ന് പറഞ്ഞ സിനിമ കണ്ടപ്പോൾ നമുക്ക് കിട്ടുന്നൊരു കിക്കുണ്ട്. പല സീനുകളിലും എലവേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നൊരു രീതിയുണ്ട്. അത്രയൊന്നും സാധനമൊന്നും നമുക്ക് ഫീൽ ചെയ്തില്ല. പക്ഷെ എവിടെയൊക്കെയോ ഒരു ചെറിയൊരു ഫീലൊക്കെ നൽകി. കാരണം ഇത്തരം ഒരു സബ്ജക്റ്റ്, അതൊരു ഹൈ റേഞ്ച് ഏരിയ ആണ്, അവിടെ ഒരു പള്ളിയുണ്ട്, ആ പള്ളിക്കൊരു വിശേഷണങ്ങളുണ്ട്. അപ്പൊ അങ്ങോട്ടൊരു അച്ഛൻ വരുന്നു. അപ്പൊ ആ അച്ഛനോടുള്ള ബഹുമാനം നാട്ടുകാർക്ക്, അച്ഛൻ എങ്ങനെ തിരിച്ചതിനെ ട്രീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഹിസ്റ്റോറിക്കൽ കാര്യങ്ങൾ അറിയുമ്പോൾ ഉണ്ടാകുന്ന അച്ഛൻ്റെ ഒരു കാര്യങ്ങൾ എന്താണ്, പിന്നീട് അതിൻ്റെ ഒരു മെയിൻ കോർ കോൺഫ്ലിക്റ്റ് ക്ലൈമാക്സ് കാര്യങ്ങളൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകുന്നു എന്നൊക്കെ കേൾക്കുന്നത് മലയാളത്തിൽ വർക്കൗട്ടായ ഒരു സബ്ജക്റ്റാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇതും അത്തരത്തിൽ ഒരു നല്ല രീതിയിൽ തന്നെ ഒരുക്കി എന്ന് തന്നെയാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. പടത്തിൽ ഒന്നാമത്തെ പോസിറ്റീവായിട്ട് തോന്നിയത് ഇതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി പറയുന്നുണ്ട്, ഒരു സ്റ്റോറി പറയുന്നുണ്ട്. ആ ഒരു ഹിസ്റ്ററി സംഭവങ്ങളൊക്കെ നല്ല രസമായിട്ട് തോന്നി. അത് നല്ല രീതിയിൽ എലവേറ്റ് ചെയ്ത് അതിനൊരു ജസ്റ്റിഫിക്കേഷനൊക്കെ ചെറിയ രീതിയിലൊക്കെ കൊടുക്കുന്ന രീതിയിൽ പല സ്ഥലങ്ങളിലും ടീസ് ചെയ്ത് പോയിക്കൊണ്ട് തന്നെ അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. രണ്ടാമത്തെ ഒരു പോസിറ്റീവായിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ പെർഫോമൻസോ കാര്യങ്ങളോ ഒന്നുമല്ല, ആ ഒരു ടെറൈനാണ്. ഈ ഹൈ റേഞ്ച് ഏരിയ എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഭംഗിയൊക്കെ കുറച്ചൊക്കെ കാണിക്കാൻ, ഒരുപാട് കാണിച്ചിട്ടില്ല എന്നാലും തന്നെ കുറച്ചൊക്കെ കാണിക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ഒരു പോസിറ്റീവായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തെ കുറച്ച് കോമഡീസ്, ഈ ചില നുറുങ്ങു സാധനങ്ങളൊക്കെ നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. ഒരുപാട് സാധ്യതകളുണ്ടായിരുന്നു, പക്ഷെ അത് യൂട്ടിലൈസ് ചെയ്തില്ല എന്നുള്ളതാണ് എനിക്കൊരു സങ്കടം. പക്ഷെ ആ വന്ന കുറച്ച് സാധനങ്ങളൊക്കെ അത്യാവശ്യം വർക്കൗട്ടായി, ഒന്ന് ചിരി ഉണ്ടാക്കാനൊക്കെ പറ്റിയൊരു കാര്യമായിട്ട് തോന്നി. ഇത് ഭയങ്കര ബോർ ചിത്രമോ അല്ലെങ്കിൽ തിയേറ്ററിൽ കണ്ടിരിക്കാൻ പറ്റാത്ത അത്രയും വെറുപ്പിയിലുള്ള ചിത്രമോ അങ്ങനെ ഒന്നുമല്ല. ഇത് കണ്ടിരിക്കാൻ പറ്റുന്നൊരു സിനിമ തന്നെയാണ്. പക്ഷെ ഇതിനകത്ത് വലിയ സംഭവങ്ങളോ അല്ലെങ്കിൽ ആന സംഭവങ്ങളോ ഒന്നുമില്ല.
നമ്മളിപ്പം ഒരു ഹിസ്റ്ററി പറയുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആ ഒരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ അതൊരു ഭയങ്കര സംഭവമായിട്ട് ചിലപ്പോൾ ഫീൽ ചെയ്തില്ലെന്ന് വരും. എൻ്റെ അടുത്തിരുന്ന ഒരാൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് ചിരി വരാത്ത സീനിൽ വരെ പുള്ളി ഹാ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് സിനിമ കാണുന്നുണ്ടായിരുന്നു. എനിക്ക് അത്ര എക്സൈറ്റ് ആയില്ല. എന്നാൽ എൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന ആള് അറുബോറാണെന്നുള്ളൊരു ഫീലില് ഫോണിൽ തന്നെ കിള്ളിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം അങ്ങനെ ആ ഒരു ലെവലിലാണ് പലർക്കും ഇഷ്ടമാകുക. അതുകൊണ്ട് എൻ്റെ ഈ അഭിപ്രായം ആയിരിക്കില്ല. ചിലപ്പോൾ നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ചിലപ്പം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്നായിരിക്കാം. പക്ഷെ എനിക്ക് വലിയ ബോറടിക്കാതെ ഞാൻ ഇരുന്ന് കണ്ടു എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് തന്നെ. അല്ലെങ്കിൽ ഞാൻ ചിലപ്പം ഈ വീഡിയോ തന്നെ ചിലപ്പോൾ ഞാൻ ചെയ്തില്ലെന്ന് വരും. വലിയ കുഴപ്പമില്ലാതെ തോന്നി. വലിയ ആൾക്കാരൊന്നും സംസാരിക്കുന്ന കേട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വലിയ ബോറല്ലാതെ കടന്നു പോകുന്ന ഒരു സിനിമയാണ്. പിന്നെ ഇതിൻ്റെ അകത്തൊരു നെഗറ്റീവ് സൈഡ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു കാസ്റ്റിംഗ് വന്നിരിക്കുന്നുണ്ട്. ഈ ബാലു വർഗീസിന്റെ കാസ്റ്റിംഗ് എനിക്ക് വലിയ കുഴപ്പമില്ലാതെ എനിക്ക് തോന്നി. പുള്ളിക്കൊരു സ്ഥായി ഭാവം അല്ലെങ്കിൽ ഒരു പാവത്താൻ ഭാവം ഉണ്ട് മുഖത്ത്. അതെനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ അനശ്വര രാജനോ അല്ലെങ്കിൽ അർജുൻ അശോകനോ പറ്റിയൊരു ക്യാരക്ടർ ആയിരുന്നോ എന്നുള്ളത് അറിയത്തില്ല. അർജുൻ അശോകൻ ഒരു പൊടിക്ക് മീറ്ററിൽ കയറി നിൽക്കുന്ന പോലെ തോന്നി. മീൻസ് കുറച്ചൊന്ന് ഓവറായി പോയ പോലെ എനിക്കൊന്ന് ഫീൽ ചെയ്തു. അത്രയും ആവശ്യം ഉണ്ടായിരുന്നോ എന്നുള്ളത് അത് പലയിടത്തും പടത്തിനെ പ്രെഡിക്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടുപോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. ടുവേർഡ്സ് ദ ക്ലൈമാക്സ് കുറെ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ വെക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതൊക്കെ വലിയ കുഴപ്പമില്ലാതെ ആ ഒരു പടത്തിന്റെ ഒരു ഫ്ലോയ്ക്ക്, പടം തുടങ്ങുമ്പോഴേ ഈ മീറ്ററിലാണ്, തീരുമ്പോഴും അതേ മീറ്ററിൽ തന്നെ പോകുന്നുള്ളൂ. അല്ലാതെ ഒരു ഹൈ അടിച്ചൊന്നും എവിടെയും പോകുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് കാസ്റ്റിങ്ങിൽ വലിയൊരു പഞ്ച് ഉണ്ടാക്കിയതായിട്ട് തോന്നുന്നില്ല. കുറച്ചും കൂടി അൽത്താഫിനെയൊക്കെ ചില സാധനങ്ങളൊക്കെ വർക്കൗട്ടായി. പക്ഷെ ഒരുപാട് സാധനങ്ങൾ ഭയങ്കര വീക്കായി പോയി. അതുപോലെ തന്നെ എനിക്ക് പാട്ടുകളൊന്നും അത്ര വലിയൊരു കിക്ക് തന്നില്ല. കാരണം ഇത്തരത്തിലുള്ള സിനിമകൾക്ക് ഒരു പാട്ട് കൊണ്ടൊരു ഹുക്കിങ് വരും. പാട്ട് കേൾക്കുമ്പോൾ തന്നെ അത് രസമുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ ആ ഒരു ഫ്ലോയിലേക്ക് നമ്മൾ പോകും. പക്ഷെ ആ ഒരു ഫ്ലോ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഡീസൻ്റ് ആയിട്ട് ചെയ്ത് വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ താല്പര്യമുള്ളവർക്ക് തിയേറ്ററിൽ പോയി കാണാവുന്നതാണ്. ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ആഴ്ച ഇറങ്ങിയാൽ രേഖാചിത്രമായിരിക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ പുണ്യാളനും കണ്ടു നോക്കുക. ഓൾറെഡി കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ പീസ് ഔട്ട്.